വിദ്യാഭ്യാസത്തിലെ പ്രാഥമിക മുറയാണ് കോൽക്കളി. നാദാപുരം ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിവസമായ ഇന്ന് വേദി 8 മൈലാഞ്ചിയിൽ കാണികളെ ആവേശത്തിമിർപ്പിലാക്കിയ കോൽക്കളി അരങ്ങു തകർത്ത വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ ടീമിനൊപ്പമാണ് നമ്മളുള്ളത്. ഇവരുടെ പരിശീലകനായ മജീദ് ഗുരുക്കൾ കടമേരിയോട് കോൽക്കളിയുടെ കഥകൾ ചോദിച്ചറിയാം. സർ, എങ്ങനെയാണ് ഈ കുട്ടികളിലേക്ക് ഇത്രയേറെ കോൽക്കളി പരിശീലിപ്പിക്കാൻ സാധിച്ചത്? നിരന്തരമായ പരിശീലനം തന്നെയാണ് ഇതിൻ്റെ ചുവട്. തുടക്കം തന്നെ ഈ ചുവട് കളരിയിൽ ചുവടുറപ്പിക്കാൻ വേണ്ടി ആദ്യം പഠിപ്പിക്കുന്നൊരു കലയാണ് കോൽക്കളി. നമ്മുടെ അയോധന കലയിലെ കളരി ഉണ്ടല്ലോ, കളരി അഭ്യാസത്തിൻ്റെ ആദ്യത്തെ ചുവടുറപ്പിക്കാൻ വേണ്ടിയാണ് ഈ കോൽക്കളി ആദ്യം പഠിപ്പിക്കുന്നത്. ഇതിൽ ഒരുപാട് കോൽക്കളിയിൽ ഒരുപാട് തലങ്ങളുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്നിവിടെ കളിച്ചത്. കാരണം 10 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു കലാരൂപം വിവിധ കോൽക്കളിയുടെ വിവിധ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റിൽ നമ്മൾ ക്രമീകരിക്കുക ചെയ്യുന്നു. അപ്പോൾ ഇത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കുന്ന കുട്ടികൾ ആദ്യം നമ്മൾ അഭിനന്ദിക്കണം. കാരണം ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട്, പഠിപ്പിച്ചെടുക്കാൻ അതിലേറെ കഷ്ടപ്പെടാം. പഠിക്കുന്നത് മാത്രമല്ലല്ലോ, ഇവരുടെ ചുവടുറയ്ക്കണം, അതേപോലെ അവരുടെ ആ ഒരു ശ്രദ്ധ, പാട്ടിലേക്കുള്ള അവരുടെ ശ്രദ്ധ, ഇതെല്ലാം ഒരേ രീതിയിൽ ഒത്തുകൊണ്ടുപോയി മാനേജ് ചെയ്യേണ്ട ആ ഒരു ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏകദേശം കുട്ടികൾക്ക് ആ ഒരു കോൺസെൻട്രേഷൻ എടുക്കാൻ ഏകദേശം ഒരു സമയം എത്ര വേണ്ടി വരും? ഏകദേശം ഇതിൻ്റെ ഒരു ചുവട് പഠിച്ചെടുക്കാൻ ഒരു 40 ദിവസം വേണം. പിന്നെ നിരന്തര പ്രാക്ടീസിലൂടെയാണ് നമ്മളിത് സ്വായത്തമാക്കുന്നത്. നല്ല പ്രാക്ടീസ് വേണം, നിരന്തര പ്രാക്ടീസ്, രാവും പകലും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. കാരണം സ്കൂൾ തലങ്ങളിൽ നമുക്ക് പഠിപ്പിക്കാൻ കിട്ടുമ്പോൾ കൂടിപ്പോയ ഒരു 2 മാസമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ 40 ദിവസം കൊണ്ട് ഇതിൻ്റെ ചുവടുകൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങൾ കഷ്ടപ്പെടുകയാണ്, അധ്വാനിക്കുകയാണ്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നേരത്തെ കുട്ടികളെ കിട്ടിയാൽ കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എന്നുള്ളൊരു തോന്നലിപ്പോഴാണ്. സാറ് ഈ പരിശീലന രംഗത്ത് ഏകദേശം എത്ര വർഷമായിട്ട് സജീവമായിട്ട് തുടരുന്നുണ്ട്? ഞാനിപ്പോൾ 30 വർഷമായി. 1997 മുതൽ ഈ കലാഫീൽഡിലുണ്ട്, സ്കൂൾ കലോത്സവ വേദിയിലുണ്ട്. ഏകദേശം 34 വർഷമായി കോൽക്കളി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. 9ാമത്തെ വയസ്സിൽ പിന്നെ അമ്മാവനിൽ നിന്നാണ് തുടക്കം. പിന്നെ വിവിധ ഗുരുക്കന്മാരിൽ നിന്ന് ഈ വിദ്യകളിങ്ങനെ പഠിച്ചു വരുന്നു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഘടകം എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ എൻ്റെ 2 സുഹൃത്തുക്കൾ ദഫ്മുട്ട്, അറബനമുട്ട്, ഇത് രണ്ടും പഠിപ്പിക്കാൻ വേണ്ടി ബാഗും തോളിലിട്ട് പിന്നെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് ഇങ്ങനെ പോകുമ്പം എന്നെയും കൂടെ കൂട്ടുകൂടാ എന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ കുറേ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു പ്രചോദനം, ഒന്ന് പോകണം, കല പഠിപ്പിക്കണം, ഒരു കലാകാരനാവണം, സ്കൂൾ തലത്തിൽ പോകണം, അറിയപ്പെടണം, അങ്ങനെ ആ ഒരു ചിന്താഗതിയിലൂടെയാണ് ഇത്. ഇതുവരെ ഇത്രയും വർഷത്തിനിടയിൽ ഏകദേശം എത്ര കുട്ടികൾ സാറിൻ്റെ കീഴിൽ പരിശീലനം അഭ്യസിച്ചിട്ടുണ്ട്? ഏകദേശം ഒരു 4000-ഓളം ശിഷ്യന്മാരിപ്പോൾ ഉണ്ടാവും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ. സംസ്ഥാന തലങ്ങളിൽ ഒത്തിരി പ്രാവശ്യം 1, 2, 3 സ്ഥാനങ്ങൾ, പിന്നെ കുസാറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, പിന്നെ വനിതാ കോൽക്കളി സംഘം, ഇതൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഏകദേശം 10-30 വർഷമായിട്ട് ഈ ഫീൽഡ് തന്നെയാണ്, വേറെ പരിപാടികളൊന്നുമില്ല. തയ്യൽ തൊഴിലാളിയാണ്. പിന്നെ ഈ പരിപാടി തുടങ്ങുമ്പോൾ തയ്യലവിടെ നിർത്തും, കോലായിട്ട് ഇറങ്ങും. അതേ കോലായിട്ട് ഇറങ്ങും. ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവില്ലേ 34 വർഷങ്ങളായിട്ടെന്ന് പറയുമ്പോൾ? അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തേതിലേക്ക് ഒരുപാട് മാറ്റം വന്നല്ലോ, കലോത്സവത്തിലായാലും പരിപാടികളിലായാലും. അതേക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിലുള്ള കോൽക്കളിയല്ല ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാ ആൾക്കാരും പഴയ കോൽക്കളികൾ എടുത്ത് കൊണ്ടുവരാൻ തുടങ്ങി. സ്റ്റെപ്പുകൾ, പുതിയ സാധനങ്ങൾ എല്ലാവരും കൊണ്ടുവരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മത്സരം മുറുകയാണ്. മത്സരത്തിന് ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കോൽക്കളി ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പരിശീലിപ്പിച്ച ഒരു കോൽക്കളി ജഡ്ജ് ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട അഷ്റഫ് വാണിമേൽ എന്ന് പറയുന്ന നിങ്ങളെ ആദ്യമായിട്ട് ജഡ്ജ് ചെയ്ത് ആ ഒരു ഓർമ്മ ഇപ്പോഴും നമ്മളെ മനസ്സിലുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമായിട്ട് 1ാം സ്ഥാനം തന്നൊരു മനുഷ്യനാണ് അഷ്റഫ് ഖാൻ. പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല.
ടീമിന് കിട്ടിയ ഗ്രേഡുകൾ പറയാം. കോഡ് നമ്പർ 811 ഗ്രേഡ് ഒന്നും കൊടുത്തിട്ടില്ല. 812 സി ഗ്രേഡ്, 813 and 814 രണ്ട് ടീമുകൾക്കും എ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജില്ലാതലത്തിലേക്ക് മത്സരിക്കാൻ അർഹത നേടിയ കോഡ് നമ്പർ 813 വിജയിക്ക് അഭിനയിക്കുന്നു. ഇതൊക്കെയാണ് കോൽക്കളിയുടെ വിശേഷങ്ങൾ. കോൽക്കളി അഭ്യസിക്കാൻ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ, അതേപോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഗഫൂറിനൊപ്പം ഇൻ റിപ്പോർട്ടർ മിത്ര, മീഡിയ വിഷൻ.